ദശാകാലങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ശനിദശ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഫിസിക്കൽ ബോഡി, ഇതിനെ നമുക്ക് വിസിബിൾ ബോഡി എന്ന് പറയാം. ഇതിനോടൊപ്പം തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എത്രിക് ബോഡി നമുക്കെല്ലാം ഉണ്ട്. ആ ഓറയെ ക്ലെൻസ് ചെയ്ത്, അപ്പൊ നമ്മുടെ ഓറ എത്രമാത്രം സ്ട്രോങ് ആണോ ആ മനുഷ്യനെ ശരിക്കും നമ്മൾ പറയില്ലേ, ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരു കരിസ്മയുള്ള ഒരു ക്യാരക്ടറാണ്. ചക്രാസിനെ കുറിച്ച് പുരാതന കാലം മുതൽക്ക് തന്നെ പതഞ്ജലിയുടെ ബുക്കുകളിലും ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. സയൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒന്നല്ല, നമുക്കൊരു സപ്പോർട്ടീവ് കെയർ ആയിട്ട് ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാം. ജ്യോതിഷവും പ്രാണി ഹീലിംഗും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷവും അതിലുപരി ഈ ഹോളിസ്റ്റിക് തെറാപ്പിയും ട്രീറ്റ്മെന്റും കൈകാര്യം ചെയ്യുന്ന സിജി തോമസ് മീഡിയയിലേക്ക് സ്വാഗതം. മോസ്റ്റ് വെൽക്കം. എങ്ങനെയാണ് ഈ ജ്യോതിഷവും പ്രാണി ഹീലിംഗും തമ്മിലുള്ള കണക്ഷൻ? പ്രാണി ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ഹീലിംഗ് തെറാപ്പിയാണോ, അതോ ജനങ്ങൾക്ക് അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമോ? ഇപ്പം ഹോളിസ്റ്റിക്സ് മൊഡാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് വേർട്ടികൾസ് ഉണ്ട്. ഒത്തിരി മൊഡാലിറ്റീസ് ചേർന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഹോളിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു മൊഡാലിറ്റിയാണ് പ്രാണിക് ഹീലിംഗ്. പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനർജി ബേസ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് തന്നെ പറയാം. അതായത് ഇപ്പം എല്ലാവരും പറഞ്ഞിട്ട് ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, എന്നിരുന്നാലും പറയാം. നമുക്കിപ്പോൾ ഫിസിക്കൽ ബോഡി, ഇതിനെ നമുക്ക് വിസിബിൾ ബോഡി എന്ന് പറയാം. ഇതിനോടൊപ്പം തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എത്രിക് ബോഡി നമുക്കെല്ലാം ഉണ്ട്. നോർമലി എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, എന്നിരുന്നാലും നമുക്ക് ദേവീ ദേവന്മാരുടെ, ജീസസിന്റെ അല്ലെങ്കിൽ ഓൾ സെയിൻസിന്റെ ഒക്കെ ഒരു പിക്ചർ എടുക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു യെല്ലോ കളർ ലൈറ്റ് കാണാം. ദാറ്റ് ലൈറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ലൈക്ക് ഓറ. ആ ഓറയെ ക്ലെൻസ് ചെയ്ത്, അപ്പൊ നമ്മുടെ ഓറ എത്രമാത്രം സ്ട്രോങ് ആണോ ആ മനുഷ്യനെ ശരിക്കും നമ്മൾ പറയില്ലേ, ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരു കരിസ്മയുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെയൊക്കെ പറയുന്ന അത് അദ്ദേഹത്തിന്റെ ഓറ അത്രയും നല്ലതായതുകൊണ്ടാണ്. അപ്പൊ ആ ഓറയ്ക്ക് എന്തെങ്കിലും എൻടാങ്കിൾമെന്റ് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ ഓറയെ നമ്മൾ ക്ലെൻസ് ചെയ്ത് അതിനെ ബലപ്പെടുത്തി വെക്കുന്നതാണ് നമ്മൾ പ്രാണിക് ഹീലിംഗിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പം യോഗ എടുത്തു നോക്കിയാലും വേറെ ഏത് മൊഡാലിറ്റി എടുത്തു നോക്കിയാലും നമ്മുടെ ചക്രാസിനെ കുറിച്ച് പുരാതന കാലം മുതൽക്ക് തന്നെ പതഞ്ജലിയുടെ ബുക്കുകളിലും ഒക്കെ റെഫർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം പതഞ്ജലിയുടെ ഇതിനകത്ത് നമ്മൾ 7 മേജർ ചക്രാസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ പ്രാണിക് ഹീലിംഗിലേക്ക് വരുമ്പോൾ അത് 11 മേജർ ചക്രാസ് ആയിട്ട് മാറുന്നു. ഇത്രയുള്ള ഒരു ഡിഫറൻസ്. അപ്പം ആ ഒരു ചക്രാസിനെ എല്ലാം നമ്മൾ പ്രപ്പോർഷനേറ്റ് ആക്കി ബാലൻസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഓറ ബോഡിക്കും അതിൻ്റെ ഒരു എനർജി ലഭിക്കും. സോ അങ്ങനെ എനർജൈസ് ചെയ്ത് കൊണ്ടുപോയി ഈ ആളുകളുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, അതിപ്പം ചിലപ്പം അസുഖമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനറലൈസ്ഡ് വീക്ക്നെസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അതിനകത്തൊരു റെമഡി കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് സപ്പോർട്ടീവ് കെയർ മെഡിസിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കിതൊരിക്കലും ഒരു മെഡിക്കൽ സയൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒന്നല്ല. നമുക്കൊരു സപ്പോർട്ടീവ് കെയർ ആയിട്ട് ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് ജെന്യൂനിറ്റി പലരും പ്രൂവ് ചെയ്തതാണ്. ഇപ്പൊ ഈ ജെന്യൂനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ടെസ്റ്റിമോണിയൽസ് ആയിട്ടാണ് നമുക്കിപ്പം പറയാൻ സാധിക്കുന്നത്. അപ്പം ഇത് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചതാണോ അല്ലെങ്കിൽ ഇത് സ്യൂഡോ സയൻസിന്റെ ഭാഗമാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, പതഞ്ജലിയുടെ കാലം തൊട്ടേ ഫോളോ ചെയ്തു വരുന്ന ഒരു ആ ഒരു മൊഡാലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട്, ഏൻഷ്യന്റ് ഇന്ത്യയിലെ ആ സംസ്കാരത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൊഡാലിറ്റിയെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു ആസ് എ ഹീലർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ജ്യോതിഷി കൺസൾട്ടന്റ് അല്ലെങ്കിൽ ജ്യോതിഷം പറയുന്ന കൺസൾട്ടന്റ്, ഈ രണ്ടുപേരും ആക്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. സോ അപ്പോൾ ഒരു ജ്യോതിഷൻ ഒരു കൺസൾട്ടൻ്റായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഒരു ഹീലർ അതിനെ ഹീൽ ചെയ്ത് മാറ്റുന്നു. ഇത് ഈ സ്യൂഡോ സയൻസിൽ എങ്ങനെ വരുന്നു എന്ന് പലർക്കും സംശയം തോന്നാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരാളുടെ ബോഡിയിൽ ഒരു പെയിൻ ഉണ്ടാകുന്നു, നിങ്ങൾ കൈവച്ചിട്ട് അതിനെ മാറ്റുന്നു. സോ ഇപ്പോൾ ഇത് എന്ത് ടെക്നിക്കാണ്, എന്ത് ഓതന്റിസിറ്റിയാണ് ജനങ്ങളോട് പറയാനുള്ളത്? ആക്ച്വലി നമുക്ക് ഈ ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് എനർജി.
ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് എനർജി. ആ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിലും ഓരോരുത്തരിലും ഉള്ളതും എനർജിയാണ്. എനർജീനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, അതിനെ പുതിയതായിട്ട് ഉണ്ടാക്കാനും സാധിക്കില്ല. അതിനെ നമുക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്ത് വേറൊന്നിലേക്ക് മാറ്റാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെ ഈ എനർജിയുടെ ആ എനർജി എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ച് കുറച്ച് ടെക്നിക്സ് ഈ ഒരു നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ക്ലയന്റിന്റെ മേലെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ക്ലയൻസിന് വരുന്ന എന്ത് അസുഖമാണെങ്കിലും ഇത് നോർമലി പലരും പറയുന്നൊരു സംഭവമാണ്. ഒരു ആസ് എ ഹീലർ എന്നുള്ള നിലയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഇങ്ങനെ ഹീൽ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിനുണ്ടാകുന്ന വേദന അത് ആസ് എ ചാനലായിട്ടാണ് നിങ്ങൾ ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ അപ്പോൾ ഈ ചാനലിലേക്ക് അത് അബ്സോർവ് ആവില്ലേ? ആ വേദന ഇങ്ങോട്ട് വരില്ലേ? ഇത് ഒരുവിധം എല്ലാ ഹീലേഴ്സിനുള്ള സംശയങ്ങളാണ്. അത് മാത്രമല്ല, കുറച്ച് ഹീലിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഫീൽഡ് വിട്ട് പോകാനുള്ള കാരണം അവര് മെയിനായിട്ട് പറയുന്ന ഞാൻ കേട്ടിരിക്കുന്ന കർമ്മ അടിക്കില്ലേ എന്നാണ്. അത് മാത്രമല്ല, ഹീലേഴ്സിന്റെ എനർജി ഡ്രെയിൻ ആയി പോകുന്നു, ഇങ്ങനെ ഒരു കാര്യമാണ് കേട്ടിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനിപ്പം എന്താ പറയാ, നമ്മുടെ സദ്ഗുരുവിന്റെ ഒക്കെ പ്രഭാഷണം കേട്ടതിൽ നിന്നും എന്റെ ഗുരുക്കന്മാർ, എന്നെ പ്രാണിക് ഹീലിംഗ് പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഗുരുക്കന്മാരും അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ പറഞ്ഞത് ഞാൻ ബേസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇവിടെ നമ്മളൊരു ചാനലാണെന്നുള്ളത് ആദ്യം ഹീലർ മനസ്സിലാക്കണം. ഐ എം ഓൺലി ദ ചാനൽ, ദേ ആർ ഡൂയിങ് ദ തിങ്സ് അല്ലേ? ഇപ്പം പ്രാണിക് ഹീലിംഗിൽ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക സൂപ്പർ നാച്ചുറൽ പവർ എന്ന് വിശ്വസിക്കുന്ന ഹീലിംഗ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഹീലിംഗ് ഏഞ്ചൽസ് ഉണ്ട്. നമ്മളങ്ങനെ ഇൻവോക്ക് ചെയ്ത് പഠിപ്പിച്ച ഗുരുക്കന്മാരെ ഒക്കെ ഇൻവോക്ക് ചെയ്ത് നമ്മൾ ദേവി ദേവന്മാരെ ഒക്കെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. സോ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഹീൽ ചെയ്യുമ്പോഴാണ് ഈ അസുഖം എനിക്ക് വരുന്നത് അല്ലേ? ഇതിപ്പോ ഞാനല്ലല്ലോ ഹീൽ ചെയ്യുന്നത്. ദെൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അവിടെ എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആകാം ഇങ്ങനെ വരുന്നത്. കാരണം നമ്മളിപ്പം പ്രാണിക് ഹീലിംഗിലൂടെ ഒരാളെ ഞാൻ ഹീൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് എനർജി കൂടുതൽ ഡൗൺ പോർ ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ടയേർഡായിട്ട് ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ ഒരാളെ ഹീൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് എനിക്ക് പല പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് നന്നായിട്ട് എനർജൈസ്ഡ് ആവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും എനർജൈസ്ഡ് ആയിരിക്കുമ്പോൾ എനിക്കെങ്ങനെ എനർജി ഡ്രെയിൻ ആയി അല്ലെങ്കിൽ അവരുടെ കർമ്മ അടിക്കുന്നത്? അപ്പം അവരുടെ കർമ്മ അടിക്കുക അല്ലെങ്കിൽ എനർജി ഡ്രെയിൻ ആയി എന്ന് പറയുന്നത് ഞാൻ എന്ന അല്ലെങ്കിൽ അഹം എപ്പോൾ വരുന്നോ ആ സമയത്ത്, ആ ഒരു പ്രൈഡ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രൈഡ് ഇല്ല, അത് ഞാനൊരു ചാനലിൽ മാത്രമാണ്, ഐ ആം നോട്ട് ദാറ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ, ഐ ആം ഓൺലി ദ സോൾ, ആ ഒരു എളിമയോടെ ഇത് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് നല്ല നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ആ ഒരു എന്താ പറയാ ട്വൈസ് അല്ല ത്രൈസ് അല്ല, ആ ഒരു 10 മടങ്ങ് നമുക്ക് കാണാം. ഓക്കെ, അതുപോലെ ഈ ജ്യോതിഷവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ഈ ദശാകാലങ്ങളിൽ, അത് ബുധദശ, ശനിദശ അല്ലെങ്കിൽ വേഴദശ, ഈ പറഞ്ഞ ദശാകാലങ്ങളിൽ വരുന്ന ഗ്രഹദോഷങ്ങൾക്കുണ്ടാകുന്ന കാഠിന്യങ്ങൾ കാരണം പല രീതിയിലുള്ള എന്താ പറയുക പ്രയാസങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. റെമഡിയൽ മെഷേഴ്സായിട്ട് എങ്ങനെ പ്രാണി ഹീലിംഗ് ഉപയോഗിക്കാം? ദശാകാലങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ശനിദശ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ബട്ട് ശനിയെ എന്തിനാണ് പേടിക്കുന്നത്? ശനിയെ കൊമേഴ്ഷ്യൽ ചെയ്തത് തന്നെയാണത്. ബിക്കോസ് ശനി എന്ന് പറയുന്നത് അതൊരു ന്യൂട്രലൈസേഷൻ ഏജന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പം ഏത് മതം എടുത്താലും ഏത് ജാതി എടുത്താലും എന്തെടുത്താലും നമുക്കറിയാം ഈ എനർജീനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അത് വേറൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അവിടെയാണ് ഈ പുനർജന്മം അല്ലെങ്കിൽ റീ ഇൻകാർണേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പ്രസക്തി വരുന്നത്. സോ ദാറ്റ് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ ജന്മങ്ങളിലെ ഒക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു കർമ്മദോഷം, സഞ്ചിത കർമ്മ എന്നാണ് നമ്മൾ അതിനെ ശനിദോഷത്തിനെ പറയുന്നത് ജ്യോതിഷത്തില്. ഈ സഞ്ചിത കർമ്മ ന്യൂട്രലൈസേഷൻ ആവാനുള്ള പീരീഡ് ആണ്. അപ്പൊ ഈ ജന്മത്തിൽ 2.5 വർഷം തന്നു, ന്യൂട്രലൈസേഷൻ ആയില്ല, കാരണം ശനിയാണ്, ഇനി എനിക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഒരു നിരാശയുടെ ഇതിൽ പോയി. അടുത്ത ജന്മത്തപ്പോ ഇത് 7.5 ശനിയായി, അതിലും ശരിയായില്ല. അപ്പൊ ഇനി വരുന്ന ജന്മത്തിൽ 18 വർഷമായി.
അപ്പോഴെങ്കിലും റിയലൈസേഷൻ വരേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ശനി നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു പ്രാണിക് ഹീലറിന്റെ അടുത്ത് വരികയാണെങ്കിൽ ഈ പ്രാണിക് ഹീലർ അവിടെ ഇരുന്ന് മാജിക് കാണിക്കുന്നതല്ല യാഥാർത്ഥ്യത്തിൽ. ഈ പറഞ്ഞ പോലെ ഓറയെല്ലാം ബലപ്പെടുത്തി, ചക്രാസിനെ ബലപ്പെടുത്തി പ്രൊപ്പോർഷനേറ്റ് ആക്കി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റൂട്ട് ചക്രയ്ക്ക് നല്ല വ്യത്യാസം വരും. റൂട്ട് ചക്ര ഓട്ടോമാറ്റിക്കലി വ്യത്യാസം വരുന്ന സമയത്ത് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എനർജറ്റിക് ആയിട്ട് കർമ്മ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ വരുന്ന ഒരു വ്യക്തിക്ക് പ്രാക്ടീഷണർ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾ എത്ര ഹീൽ എടുക്കണം, എന്ത് റെമഡിയാണ് ചെയ്യേണ്ടത് എന്ന്. അത് ചെയ്തു കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ആയിട്ട് പോയിക്കോളും. അദ്ദേഹത്തിന്റെ കർമ്മയും ന്യൂട്രലൈസ് ആവുന്നതായിരിക്കും. അദ്ദേഹത്തിന് കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാതെ ആ ഒരു കാലഘട്ടം, ശനിയുടെ ആ പീരിയഡ്സിനെ അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ജ്യോതിഷത്തിന് ഇതിന് പ്രസക്തി ഉണ്ട്. കാരണം ജ്യോതിഷത്തിൽ പോയി നോക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ ശനിദോഷം ഉണ്ട് എന്നുള്ളത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ആണെങ്കിൽ അവരുടെ കർമ്മ ന്യൂട്രലൈസേഷൻ നടക്കുന്ന പീരിയഡ് ആണ്. സോ റെമഡീസ് ആർ ദർ എന്ന് പറഞ്ഞു കൊടുക്കാനും അത് അവർക്ക് കാണിച്ചു കൊടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ശനിദോഷ കാലഘട്ടങ്ങളിൽ വരുന്ന ദോഷങ്ങളെ ഇത് ഏത് രീതിയിലാണ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുക? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ശനിദോഷമുള്ളൊരു വ്യക്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആള് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ എന്നോട് വന്ന് പറഞ്ഞപ്പോഴേ ആള് ഭയങ്കര അറിയാലോ, എല്ലാം തകർന്നിരിക്കുന്ന ഒരു സമയം, മുന്നോട്ട് പോകാൻ ഒരു വഴി കാണുന്നില്ല, ശനിയാണ്. അപ്പം എവിടെയോ പോയിട്ട് തേങ്ങ ഉടക്കുകയൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനും ജോലി വരെ കളഞ്ഞു, ഇപ്പൊ ജോലി കളയേണ്ട ഒരു സമയമല്ലല്ലോ, നിങ്ങൾക്ക് അതിൽ പിടിച്ചു നിൽക്കാറുന്നില്ലേ? സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി ഇത്ര ആഴ്ച എള്ളുതിരി കത്തിച്ചോളൂ എന്ന് പറഞ്ഞു. ശരിയാണ്, അത് ചെയ്യണം. അത് ചെയ്ത അപ്പം ആ ഒരു ഇതിൽ ഇനി എന്ത് മുന്നോട്ടൊരു വഴി കാണുന്നില്ല. സോ എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് ഇപ്പം ചെയ്യാൻ തോന്നുന്നത്? രാവിലെ എഴുന്നേക്കാൻ തോന്നുന്നില്ല, രാവിലെ ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല, നടക്കുമ്പോൾ കാലുവേദന, മുട്ടുവേദന, ഇങ്ങനെ ഇല്ലാത്ത പ്രയാസങ്ങളില്ല. ശരിയാണ്, അതിൽ രാഹുവിന്റെ കേതുവിന്റെ ഒക്കെ അപഹാരങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പെയിൻസ് വരും. അത് വന്നിരിക്കും. അതൊരു നല്ല ജ്യോതിഷന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് വരുന്നത്. ഞാൻ ആദ്യം തന്നെ നമുക്കിതൊന്നും അടിച്ച്, നമ്മളൊരു മാർക്കറ്റിംഗ് അല്ലല്ലോ. അപ്പൊ നമ്മൾ ഒരാൾ മുന്നിൽ വരുന്നു, നമ്മളുടെ കയ്യിൽ എന്താണ് റെമഡി ഉള്ളത്, ആ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഓറയെല്ലാം നോക്കുമ്പം പല ചക്രാസും ഡിപ്ലീറ്റഡ് ആണ്, പലത് കൺജസ്റ്റഡ് ആണ്. അപ്പൊ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടില്ല. നല്ലൊരു ഹീല് കൊടുത്തു. സെക്കൻഡ് ടൈം വന്നു, അപ്പൊ ആദ്യത്തെക്കാളും കുറച്ചും കൂടി നന്നായി. അത് അങ്ങനെ പോയി. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി, സുഖമായിട്ട് പോകുന്നു. ഇതിൽ ഞാൻ മാജിക് കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ റൂട്ട് ചക്രയും ചക്രാസും ഒക്കെ നല്ല രീതിയിൽ ആ ഒരു നിരാശ ബോധം മാറി, അദ്ദേഹത്തിന്റെ ഓറയൊക്കെ ഒന്ന് നന്നായപ്പോൾ അദ്ദേഹത്തിന് ശനിയോടുള്ള പേടി മാറി. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി, ഇതാണ് ശനി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പേടിക്കണ്ട എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതോടൊപ്പം പ്രാണിക് ഹീലിങ്ങിലെ ട്രീറ്റ്മെൻറ്റും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു എനർജി വരാനും പുതിയ ജോലി സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിന് ആ ഒരു മുന്നൊന്നും ഇല്ലാത്ത ആ ഒരു എനർജിയിൽ അപ്പിയർ ചെയ്യാനും സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ജോലി കിട്ടിയത്. അപ്പം ഇതെല്ലാം സപ്പോർട്ടീവ് കെയർ ആയിട്ട് കൊടുക്കുന്ന ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റിനകത്ത് വരുന്നത് ഒരു കാരണവശാലും സ്യൂഡോ സയൻസ് അല്ല എന്നുള്ളതാണ് പറഞ്ഞു വരാം യാഥാർത്ഥ്യം. സോ ഇങ്ങനെ ഏത് രീതിയിലുള്ള ദശാകാലങ്ങളാണെങ്കിലും ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടും നല്ല ജ്യോതിഷനെ കാണുകയും നല്ലൊരു ഹീലറെ കാണുകയും പൂർണ്ണമായിട്ടും സൊല്യൂഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നതാണ് വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.